നസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കാറ്ററിങ്ങിനായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള 2 കിലോ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ആൾക്കാരും എന്നോട് ചോദിക്കലുണ്ടായിന് കേട്ടോ 2 കിലോൻ്റെ ഒന്ന് ഇടുമോയെന്ന്. അപ്പോൾ പല തരത്തിലുള്ള അളവിൻ്റെയും ബിരിയാണിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നത്. ബ്രോയിലർ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും ബിരിയാണി ഉണ്ടാക്കൽ നമ്മുടെ വിറകടുപ്പ് വെച്ചിട്ട് തന്നെയാണ്. അതാണ് ഒന്നുകൂടി ടേസ്റ്റ് കേട്ടോ. ഇതാ സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഓരോന്നും അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതാ 3 ഉണ്ട വെളുത്തുള്ളിയാണ്. പിന്നെ അത് അവിടെ ഒരു 10 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ 2 ചെറുനാരങ്ങ 3 എടുത്തിട്ടുണ്ട്. 1.5 മസാലയിലേക്കും 1.5 ചോറിലേക്കും. പിന്നെ ഇതാ 6 ഇതേപോലത്തെ ഇടത്തരം വലുപ്പത്തിലുള്ള തക്കാളിയാണ് എടുക്കുന്നത്. അപ്പോൾ മസാലക്കാണ് കേട്ടോ അതൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 6 വലിയ ഉള്ളിയാണ്. ഈ ഉള്ളി അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ടാണ് കേട്ടോ 6 എടുക്കുന്നത്. അല്ലെങ്കിൽ ഇടത്തരാണെങ്കിൽ 4 എടുത്താൽ മതി. 1 കിലോ അളവിലേക്കാണ് കേട്ടോ 4 എടുക്കേണ്ടത്. പിന്നെ ഡാൽഡ ഞാൻ 100 ഗ്രാമേ ഈ ഒരു ബിരിയാണിയിൽ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ അതേപോലെ 3 പീസ് ഇഞ്ചി, പിന്നെ അതേപോലെ ഒരു 75 ഗ്രാം ചുവന്നുള്ളി അതും കൂടി എടുക്കുന്നുണ്ട്. ചുവന്നുള്ളി നമ്മുടെ മസാലയിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ 100 ഗ്രാം RKG, ഒരു പാക്കറ്റ് തൈര്, മിൽമേൻ്റെ തൈരാണ് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്നും വേണ്ട. പിന്നെ അതേപോലെ തന്നെ 2 കിലോ റോസ് കൈമാണ് കേട്ടോ എടുക്കുന്നത്. റോസ് കൈമ ഫസ്റ്റ് ക്വാളിറ്റിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. മല്ലിയിലയും പുതിനയാണ്. അപ്പോൾ മല്ലിയിലാണ് കേട്ടോ കൂടുതൽ വേണ്ടത്. ആ തക്കാളി ഒക്കെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വെല്ലുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ ചിക്കന് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. 1 കിലോ ചിക്കന് 12 പീസാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. മസാല ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ചെമ്പട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചൂടായി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കുന്നുണ്ട്. ഈ 2 കിലോ ബിരിയാണിക്ക് മൊത്തത്തിൽ ഞാൻ എടുക്കുന്ന ഓയിൽ 400 ഗ്രാമാണ്. പിന്നെ അതിൽ കുറേശ്ശെ ഇതിലും കുറേശ്ശെ നമ്മൾ ചോറ് വെക്കുമ്പോഴുമാണ് എടുക്കുന്നത്. പിന്നെ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് കല്ലുപ്പ് കൂടി ചേർക്കുന്നുണ്ട്. കല്ലുപ്പ് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ എന്ത് പാചകം ചെയ്യുകയാണെങ്കിലും പൊടിപ്പിനേക്കാളും ഉപ്പിലും ഉണ്ട് ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസമൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കല്ലുപ്പ് ചേർത്താൽ മതി. പിന്നെ അത് അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴേക്കും ഞാനത് ചുവന്നുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പച്ചമുളകിൽ നിന്നും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിനും കുറച്ച് ചെറിയൊരു ഭാഗം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് ചോറിലേക്കാണ് കേട്ടോ. ഇനി അതൊക്കെ കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം വഴറ്റണം കേട്ടോ. അപ്പോൾ ബ്രോയിലർ കോഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ വേവിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വേവിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വെച്ചാൽ നല്ല രീതിയിൽ വാടി വരണം. അപ്പോഴാണ് മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ കുറച്ചധികം നാടൻ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചധികം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. നമുക്ക് ആവശ്യമുള്ള അത്രയും ഇടാം. പിന്നെ അതേപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ആ ഒരു ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. ചിക്കൻ മസാല 2 ടീസ്പൂണ്, കുരുമുളക് ഒരു 2 ടീസ്പൂണ്, ഈ വലിയ ജീരകപ്പൊടി പിന്നെ അതേപോലെ 1.5 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂണ്. പിന്നെ ഇത് സാധാരണ പച്ചമല്ലിയില്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചമല്ലിപ്പൊടി ഒരു വലിയൊരു ടേബിൾ സ്പൂൺ അളവിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അതിൻ്റെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. പിന്നെ 1.5 ചെറുനാരങ്ങ നീരാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. കുരു ഒരു കാരണവശാലും അതിൽ കുടുങ്ങരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മസാല കഴിക്കും. പിന്നെ അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്കൊരു 200 ഗ്രാം അളവിൻ്റെ അടുത്തുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 200 ഗ്രാം വേണമെന്നൊരു 150 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പുളി ആയിപ്പോണ്ട. നാരങ്ങൻ്റെ പുളി ഉണ്ടാവും. തൈരിൻ്റെ പുളി വെച്ചാൽ മിൽമ തൈര് ആയതുകൊണ്ട് വലിയൊരു പുളി ഉണ്ടാവില്ല. ഈ ചിക്കന് സോഫ്റ്റ് ആവാനും അതിൻ്റെ ടേസ്റ്റ് മസാലക്ക് ഉണ്ടാവാനും ഒക്കെയാണ് കേട്ടോ നമ്മൾ തൈര് ഒഴിക്കുന്നത്. പിന്നെ ആ മല്ലിയില പുതിനയൊക്കെ കുറച്ച് ഒരു 1/4 ഭാഗം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ കൂടുതൽ ഉപ്പ് ചേർക്കൂലല്ലോ. പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കട്ടോ. ഒരുപാട് സമയം അങ്ങനെ വെന്ത് പോകണ്ട. പിന്നെ നമ്മൾ ദമ്മിലിടുമ്പോൾ ഈ ചിക്കന് പൊടിഞ്ഞു പോകും. അപ്പം നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റ് സമയത്തും കൂടി കുറച്ചും കൂടി മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ കുറച്ച് ഉള്ളി പൊരിക്കലും പിന്നെ അതേപോലെ അണ്ടി മുന്തിരിയൊക്കെ പൊരിക്കൂല അതൊക്കെയാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഉള്ളി ഫ്രൈ ചെയ്തതിന് ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ മസാലയിലേക്ക് ചേർക്കുകയാണെങ്കിൽ അതും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മസാലക്ക്. അപ്പോൾ കൂടുതൽ കാറ്ററിങ്ങിൻ്റെ സമയത്ത് ചില സമയത്ത് ഞാൻ ചുവന്നുള്ളിയാണ് ചേർക്കുക, ചില സമയത്ത് അതേപോലെ ഈ ഫ്രൈ ചെയ്ത അപ്പത്തെ ആ ഒരു ഇതുപോലെയാണ് കേട്ടോ ചേർക്കൽ. രണ്ടും ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളി നല്ലോണം കരിഞ്ഞു പോകണ്ട, കരിഞ്ഞു പോയാലും ചുവക്കൊരു വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് ഒരു വെല്ലുള്ളിയാണ് കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു വെല്ലുള്ളി അരിഞ്ഞിട്ട് പ്ലേറ്റിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ഞെരടി കൊടുക്കുകയാണെങ്കിൽ ആ കട്ടായിട്ടുള്ളതൊക്കെ ഒന്ന് നല്ലതായി കിട്ടും. പിന്നെ അണ്ടി മുന്തിരി നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറച്ചിടണമെങ്കിൽ കുറച്ചിടാം. പിന്നെ ഇത് റോസ് കൈമ കേട്ടോ, ഫസ്റ്റ് ക്വാളിറ്റി. ഇപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ 1 കിലോന് ഞാൻ 139 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. അപ്പോൾ 120 ഇനി ഇപ്പോൾ പെട്ടെന്ന് വില കൂടിയതാണ്. പക്ഷേ ഈ റോസ് കൈമ എടുക്കുകയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ റൈസ് വെക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഉള്ളി അണ്ടി മുന്തിരിയൊക്കെ പൊരിച്ച ഓയിലുണ്ടല്ലോ, അത് ബാക്കിയാണ് വെച്ചാൽ ദമ്മിടുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ നെയ്ച്ചോറാണ് വെക്കുന്നത്, അതിലേക്ക് പാകത്തിനുള്ള ഓയിലും പിന്നെ അതേപോലെ കുറച്ച് ഡാൽഡയും എടുക്കുന്നുണ്ട്. ഡാൽഡ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ മെയിനായിട്ട് ഡാൽഡ ആണെങ്കിൽ ചോറിനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡാൽഡയും കൂടുതൽ ഓയിലുമാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഒരു പാത്രം അരിയാണെങ്കിൽ 2 പാത്രം വെള്ളമാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ നല്ലോണം ഒന്ന് നമ്മളെ ആ ഒരു പട്ടയും ഗ്രാമ്പൊക്കെ ഒന്ന് ചൂടായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്കാണ് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിന് കുറച്ച് ഭാഗം അത് ചേർത്ത് പിന്നെ 1.5 നാരങ്ങയും പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. അരി നമ്മൾ നേരത്തെ തന്നെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ ഈ ചോറ് വെക്കാനുള്ള വെള്ളത്തിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാടൻ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ഞാൻ ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചത്. പിന്നെ വെള്ളം നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം മാത്രം അരി ഇടാൻ പാടുള്ളൂ. അപ്പോൾ അരി ഇട്ട ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. റൈസ് എല്ലാ ഭാഗത്തും വെന്ത് വരണമല്ലോ. അതേപോലെ തന്നെ നമ്മൾ മൂടി വെച്ച് വേവിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചോറ് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ വേവാത്ത ഉണ്ടാവും. കാരണം ഗ്യാസുമ്മലാണല്ലോ, ഗ്യാസുമ്മൽ നമ്മൾ പുറത്ത് അടുപ്പത്ത് വെക്കുന്ന മാതിരി അത്രയും ഹൈ ഫ്ലെയിമിലല്ലല്ലോ ഇവിടെ വെക്കുക. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഗ്യാസിൻ്റെ തീ എത്രത്തോളം ഹൈ ആണെങ്കിലും വലിയൊരു തീ വരില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ മരത്തിൻ്റെ കയ്യിൽ വെച്ചിട്ട് മാത്രം ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അത്യാവശ്യം ഒരു 3/4 ഭാഗമൊക്കെ വേവായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് ടേസ്റ്റിനൊന്നുമല്ല, വെറുതെ റൈസ് ഒരു ഭംഗിക്ക്, റൈസിനൊരു ഭംഗി ഉണ്ടാവും ഈ ഇങ്ങനെ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ. പിന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട്, ഒരു 90% വേവാകുമ്പോൾ മാത്രം ഇത് അടച്ച് വെക്കുക, എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കുക നെയ്ച്ചോറിൻ്റെ മേലെ. അങ്ങനെ ആകുമ്പോൾ റൈസ് പാകത്തിന് വെന്തോളും. അടുപ്പത്ത് തന്നെ വേകുമ്പോൾ ഒത്തിരി വേവ് കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ ദമ്മ് ചെയ്യാനുള്ള പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എസൻസ് ഉണ്ടല്ലോ, ഈ റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട്, അത് നമ്മൾ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കാറ്ററിങ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ കുറേ സമയം കഴിഞ്ഞിട്ടാണല്ലോ ദമ്മ് പൊട്ടിക്കുക. അപ്പോൾ ഒരു ബിരിയാണിക്ക് ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു എസൻസ് കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് ഈ ചോറിൻ്റെ മേലെ തളിച്ച് കൊടുക്കും. കുറച്ച് വെള്ളത്തിൽ ഒരു 2-3 ഡ്രോപ്പ് ഈ റോസ് വാട്ടർ ചേർത്താൽ മതി. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ആ റൈസിൻ്റെ മേലെ കുറച്ച് ഗരം മസാലപ്പൊടി വിതറി കൊടുക്കുക. ഒരുപാടായിപ്പോണ്ട് അപ്പോൾ ഒരു കുത്തൽ ചുവ ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് മാത്രം കുറച്ച് പൊടി ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ വിതറി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ളില്ലേ ഈ ഉള്ളിയും അണ്ടിയും മുന്തിരിയും ഒക്കെ, അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഒരു ലെയറും കൂടി നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ചെയ്യട്ടോ. അപ്പോൾ ഈ നെയ്യ് ഒരുപാടായി പോകണ്ട കേട്ടോ. RKG എന്താണെന്ന് വെച്ചാൽ ആ RKGൻ്റെ ആ ഒരു സ്മെല്ല് പിന്നെ ഇങ്ങനെ അത് ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ നിൽക്കും. കുറച്ച് കൂടുതൽ നമ്മൾ ഒഴിച്ചാൽ അതൊക്കെ ആവശ്യത്തിന് മാത്രമായി. ഇതിൽ ഞാനിപ്പോൾ 2 കിലോയിലേക്ക് 100 ഗ്രാമാണ് കേട്ടോ ചേർത്തത്. 100 ഗ്രാം ഫുള്ളായിട്ടില്ല, എന്നാലും ഒരു 75 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മൈദമാവ് എടുത്തിട്ട് ഇത്തിരി ലൂസായിട്ട്, ചപ്പാത്തിക്ക് അല്ലാതെ ഒരു ഇത്തിരി ലൂസായിട്ട് കുഴച്ചിട്ട് അതിൻ്റെ ആ ചുറ്റുഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. മൂടി നല്ല കൈ കൊണ്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ തന്നെ അവിടെ അമർന്ന് നിൽക്കുകയുള്ളൂ. അത് പിന്നെ ഈ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ഇതേപോലെ ഓലക്കണ്ണി വെച്ചാൽ മതി. ഇതിൻ്റെ പുകേൻ്റെ ചുവയൊന്നും നമ്മുടെ ചെമ്പിലേക്ക് കയറില്ല കേട്ടോ. അപ്പോൾ മൈദ വെച്ചിട്ട് സീൽ ചെയ്തിട്ടുണ്ടല്ലോ.
10 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ആ ഒരു ദമ്മിൽ ചോറ് കിടക്കണം കേട്ടോ. എങ്കിൽ തന്നെ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് നമ്മൾ ദമ്മിട്ട് പെട്ടെന്ന് തന്നെ പൊളിച്ച് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.